ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വ്ളോഗൊന്നും ഉണ്ടായിരുന്നില്ല, കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു വ്ളോഗ് ഇടാലോ എന്ന് വിചാരിച്ചു. കുറേ ദിവസമായില്ല വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ കാലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുഡൊന്നും കൺട്രോളൊക്കെ വിട്ടുപോയിണ്ടായിരുന്നു. അപ്പോൾ വയറൊക്കെ ചാടി പോലെ തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഡ്രസ്സൊക്കെ കുറച്ച് ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ വയറൊന്ന് കുറയ്ക്കാമല്ലോ വിചാരിച്ചു. അതല്ല, നമുക്ക് ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ്, വയറിങ്ങനെ ചാടുന്ന കാരണം. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇതാണ്, നല്ല ജീരകം കാലത്ത് 1 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് അതൊന്ന് ഇളം ചൂടോടുകൂടി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൊഴുപ്പ് പോകാനായിട്ടും അതുപോലെ തന്നെ ദഹനത്തിനും ഒക്കെ നല്ലതാണെന്നും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ കുറച്ച് ജീരക വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നല്ല തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ കുറച്ചൊന്ന് ചൂടിട്ടിട്ട് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതും പിന്നെ ഞാൻ ചായ തിളച്ചതിന് ശേഷം അതിൽ ചായയിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചപ്പാത്തിക്കൊന്ന് കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം അതിന് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പൊടിയിൽ കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും അധികം പറ്റിപ്പിടിച്ച് ഇരിക്കുകയൊന്നുമില്ല. അപ്പോൾ അതൊന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചായ തിളച്ച് അപ്പോൾ അതിലൊന്ന് മധുരമൊക്കെ ഇട്ടു. പിന്നെ പാത്തൂസ് എൻ്റെ പുറക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് കയറിയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഇവിടെ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ഒരു സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, വയറ് കുറയ്ക്കാൻ വണ്ണം കുറയ്ക്കാനായിട്ട് ഇക്ക മേടിച്ച് വെച്ചതായിരുന്നു. പക്ഷേ ഇക്ക അപ്പം അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. ഇപ്പോൾ കുറേ നാളായി ഉപയോഗിക്കാതെ അങ്ങനെ വെച്ചിട്ടുണ്ടായതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇക്ക വിളിച്ചപ്പോൾ പറഞ്ഞു, നീ അതെടുത്തിട്ടൊന്ന് എക്സസൈസ് ചെയ്താൽ മതി, ഫുഡൊന്നും കുറയ്ക്കണ്ട, ഒറ്റയടിക്ക് ഫുഡ് കുറച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതൊന്ന് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് എടുത്ത് പൊടിയൊക്കെ തട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ സുഡാപ്പിക്കും പാത്തൂസിനും ചായ കൊടുത്തു. അപ്പോൾ അതൊന്ന് പൊടിയൊന്ന് കുഴച്ചവിടെ വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ മുട്ട ഒന്ന് പുഴുങ്ങാനായിട്ട് വയ്ക്കാം. അപ്പോൾ എന്നിട്ട് നമുക്കതൊന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ചായ അവർക്ക് ചൂടാറ്റിയതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. അതിന് ശേഷം പൊടിയൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് മുട്ട ഒന്ന് പുഴുങ്ങാൻ വെച്ച് വേഗം ഒന്ന് അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മെഷീൻ. അതൊന്ന് സുഡാപ്പി അതിൽ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ പാത്തൂസ് ഇറങ്ങാൻ നോക്കി, പക്ഷെ ഒന്നും സമ്മതിച്ചില്ല. ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൾ കാലുമ്മ പിടിച്ച് നിന്ന് കരയും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് സോപ്പിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാലത്തെ പരിപാടി കഴിഞ്ഞാൽ തന്നെ ഒരു ഉണ്ണികൾ സ്കൂളിൽ പോകുന്നതിനുള്ളിൽ തന്നെ കുറച്ച് പണികൾ അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാനിത് മുട്ട പുഴുങ്ങാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട ഒന്നിട്ട് പുഴുങ്ങി കൊടുക്കാം. അപ്പോൾ മുട്ട റോസ്റ്റും ചപ്പാത്തിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി വേഗം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. ഇത് നമ്മൾക്ക് 2 സൈഡിലും ഓരോ കാല് ഇതുമ്പോൾ കയറി നിന്നിട്ട് കാല് വെച്ചിട്ട്, ഇപ്പം ഞാൻ ഈ റൊട്ടേഷൻ ചെയ്ത പോലെ നമുക്ക് കയറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ ചെയ്താൽ മതി. ചെയ്യണ സമയത്ത് നമ്മൾ ഇങ്ങനെ എന്തിനെങ്കിലും പിടിച്ച് നിന്നിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 10-15 പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ദിവസം തന്നെ ആയ കാരണം കൊണ്ട് നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ ജീരക വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം വെള്ളം കുടിക്കാൻ. എക്സസൈസ് ചെയ്ത് അപ്പം തന്നെ കുടിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിച്ചു. അതിൻ്റെ ശേഷം ചപ്പാത്തിക്ക് കുഴച്ചതൊക്കെ ഒന്ന് പരത്തിയെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ കാലത്തന്നെ ആയ കാരണം ദിലുവും സുഡും കൂടി സോപ്പിട്ട് പാത്തുവിന് പുറത്തേക്കൊന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം മഞ്ഞൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറക്കി. അപ്പോൾ മുട്ട ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ സബോളയും കൂടി ഒന്ന് വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പരത്തുന്നതിനനുസരിച്ച് നമുക്ക് അതും ആ പണി നടക്കും, സബോള വാട്ടിൽ നടക്കും, ഒക്കെ കൂടി നടക്കുമല്ലോ. അപ്പോൾ ഞാൻ ടൈലിൻ്റെ മുകളിൽ ടൈൽ വെച്ച് പരത്തുന്ന കാരണം കൊണ്ട് തോന്നുന്നുണ്ട്, ഞാൻ അങ്ങനെ പരത്തുന്നതിനനുസരിച്ച് ടൈലും കഷ്ണം നീങ്ങി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയാലില്ല, അടുത്ത പ്രാവശ്യം എന്തായാലും പാത്രക്കാരൻ വരുന്ന സമയത്ത് ഒരു ചപ്പാത്തി പലക എന്തായാലും മേടിക്കണം, അല്ലാണ്ട് ശരിയാവില്ല. അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ സബോള വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചപ്പാത്തിക്കുള്ളതൊക്കെ ഒന്ന് വേഗം പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി വേഗമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് പരത്തി നമുക്ക് കയ്യോടെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാമല്ലോ, ചുട്ടിട്ട് ഓരോന്നോരോന്ന് ചുടുന്നതിനനുസരിച്ച് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കറിയും റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ട ഇനി ഒന്ന് തൊലി കളഞ്ഞ് അതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. കറിയും റെഡിയാക്കി അപ്പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തി വേഗം ചുട്ടെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ വന്നു ഒക്കത്ത് കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേഗം അവരെ ഒന്ന് പറഞ്ഞു വിട്ടതിന് നമുക്ക് പിന്നെ പതുക്കെ ചെയ്താലും മതിയല്ലോ. പിന്നെ ചോറ് വയ്ക്കണം. പിന്നെ ഇനി എന്തെങ്കിലും കറി ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ വെക്കില്ല, വൈകുന്നേരം വയ്ക്കുള്ളൂ. എന്ന് വെച്ചാൽ ഈ മുട്ട റോസ്റ്റ് തന്നെ ഉണ്ടാവും, ഞാനും ബാത്തു മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് വീഡിയോ ഉണ്ടേന്ന് വെച്ചാൽ അപ്പം അങ്ങനെ ഇന്ന് വീഡിയോ ഒന്നും ഇടാനായിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ചെറിയൊരു വ്ളോഗ് എടുത്താണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.